ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. IRCTC എന്ന സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗ് സെഷൻ്റെ തുടർച്ച എന്ന വണ്ണം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും വളരെ വലിയ ഒരു കറക്ഷൻ നമ്മൾക്ക് തന്നു. അതായത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് 36 മുതൽ 40% വരെയുള്ള കറക്ഷനാണ് കാഴ്ചവെച്ചത്. IRCTC എന്ന സ്റ്റോക്ക് 6400 എന്ന ലെവലിൽ നിന്നും കറക്റ്റഡായി ഇപ്പോൾ 4400 എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതേ രീതിയിലുള്ള ഒരു കറക്ഷൻ മുമ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കായിരുന്നു അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്ക്. അഫിൾ ഇന്ത്യ എന്ന കമ്പനി ASM ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോഴായിരുന്നു ഈ സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത്. അവിടെ 6400 എന്ന ലെവലിൽ നിന്നും ഒരു സ്റ്റോക്ക് 4400 എന്ന ലെവലിലേക്ക് എത്തിയത് ഒരുപാട് ട്രേഡിംഗ് സെഷനിലെ കളക്റ്റീവ് കറക്ഷൻ്റെ ഫലമായിട്ടായിരുന്നു. പക്ഷേ IRCTC എന്ന സ്റ്റോക്കിൽ വളരെ പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിലാണ് ഈ 36% കറക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കറക്ഷൻ്റെ പിന്നിലെ പ്രധാന കാരണം പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതാണ്. സാധാരണഗതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓരോ സ്റ്റോക്കുകളിലും വളരെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്താറുള്ളത്. പക്ഷേ കമ്പനിയുടെ ബിസിനസ് മോഡലിൽ എന്തെങ്കിലും ഡെൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ വളരെ വലിയ കുറവ് വരികയോ ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കുകളിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താറുള്ളത്. IRCTC എന്ന കമ്പനിയുടെ ബിസിനസ് മോഡലിലുള്ള ഒരു ഡെൻറ്റ് അല്ല നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പകരം കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ്. അതായത് സ്റ്റോക്കിൻ്റെ വില വർദ്ധിക്കുകയും സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കൂടുകയും ചെയ്യുമ്പോൾ സ്റ്റോക്കിൻ്റെ ഏണിംഗ് പെർ ഷെയർ കുറയും. ഏണിംഗ് പെർ ഷെയറിൽ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ കുറവിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു ടെക്നിക്കൽ കറക്ഷൻ വരും. ആ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ കറക്ഷനാണ് IRCTC എന്ന സ്റ്റോക്കിൽ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ഒരു പ്രധാന വിഭാഗക്കാരായ മ്യൂച്വൽ ഫണ്ടുകൾ റീസെൻ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത 6 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 6 സ്റ്റോക്കുകളും IRCTC പോലെ തന്നെ വളരെ ഉയർന്ന വാല്യുവേഷനിൽ എത്തിയ സ്റ്റോക്കാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 250% മുതൽ 350% വരെയുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്ത ഹൈ വാല്യുവേഷൻ സ്റ്റോക്കുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകളിലേക്കും കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ വളരെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയ ഒന്നാമത്തെ സ്റ്റോക്കാണ് IRCTC എന്ന സ്റ്റോക്ക്. 7.28% നിന്നും 4.78%ലേക്കാണ് റീസെൻ്റ്ലി മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചത്. ഇവിടെ നിപ്പോൺ ലൈഫ് ഇന്ത്യ ട്രസ്റ്റി, ആദിത്യ ബിർള സൺ ലൈഫ് എന്നീ കമ്പനികളാണ് വളരെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയത്. അതുപോലെ തന്നെ IRCTC എന്ന സ്റ്റോക്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 8.07% നിന്നും 7.81%ലേക്കാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചത്. ഇതിൻ്റെ ഫലമായി IRCTC എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 36% ഇടിവാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ IRCTC എന്ന സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആയപ്പോൾ ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിക്കുകയാണ് ചെയ്തത്. 11.26% നിന്നും 14.17%ലേക്ക് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിച്ചു. കൂടാതെ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 0.22% നിന്നും 0.14%ലേക്ക് അവരും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ സേഫായി ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആവുകയും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഉയർന്ന പ്രൈസിൽ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കേണ്ടി വരികയും ചെയ്തു. രണ്ടാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്നറിയപ്പെടുന്ന ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ വളരെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതായത് 11.91% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.07%ആക്കി കുറച്ചിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇവിടെയും പരിശോധിക്കുകയാണെങ്കിൽ 41% നിന്നും 43%ആയി ജൂൺ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ വർദ്ധിച്ചു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 9.29% നിന്നും 8.18%ലേക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചു. ആഞ്ചൽ വൺ എന്ന കമ്പനിയിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് 6.65% കറക്ഷനാണ് കാണാൻ സാധിച്ചത്.
ഇവിടെ IRCTC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1700% റിട്ടേണും ആഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏകദേശം 371% റിട്ടേൺ ജനറേറ്റ് ചെയ്തതുമായ ഒരു സ്റ്റോക്കാണ്. മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 310% റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്തു തന്നത്. പക്ഷേ ഈ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.57% നിന്നും 3.26% കുറച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഏകദേശം 3% റിഡക്ഷൻ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സീക്വൻഷ്യലി കഴിഞ്ഞ 2 ക്വാർട്ടറുകളിലായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് വരികയാണ്. അതായത് മാർച്ച് 2021 ക്വാർട്ടറിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.3% അത് ജൂൺ ക്വാർട്ടർ ആയപ്പോൾ 4.02% കുറഞ്ഞു. സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോൾ 2.08% കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് നിതിൻ സ്പിന്നേഴ്സ് എന്ന സ്റ്റോക്ക്. നിതിൻ സ്പിന്നേഴ്സ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏകദേശം 460% റിട്ടേൺ ജനറേറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം പ്രമുഖ ഇൻവെസ്റ്ററായ ഡോളി ഖന്ന ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നതിന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ മികച്ച റാലിയാണ് കാണാൻ സാധിച്ചത്. ഇവിടെയും മ്യൂച്വൽ ഫണ്ടുകൾ വളരെ മികച്ച രീതിയിൽ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 10.53% നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 6.77% മ്യൂച്വൽ ഫണ്ടുകൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ വളരെ മികച്ച രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് പ്രജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. പ്രജ് ഇൻഡസ്ട്രീസ് എഥനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതായത് ഷുഗറിൽ നിന്നും എഥനോളുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നപ്പോൾ, പ്രത്യേകിച്ചും എഥനോൾ ഇന്ത്യയിൽ ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവലായി ഉപയോഗിക്കും എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മൊമെൻറ്റം നേടിയ ഒരു സ്റ്റോക്കാണ് പ്രജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഹാപ്പിയസ്റ്റ് മൈൻഡ്സിൽ കണ്ടതുപോലെ തന്നെ ഗ്രാജുവലി അവരും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് വരികയാണ്. 2021 മാർച്ച് മാസത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 15.21% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2021 ജൂൺ മാസമായപ്പോൾ 7% കുറയ്ക്കുകയും ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ 6.8% കുറയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 32.85% നിന്നും 32.83% കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 13.12% നിന്നും 15% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റോക്ക് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന സ്റ്റോക്കാണ്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന സ്റ്റോക്കും കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏകദേശം 280% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. ഇവിടെയും മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു മികച്ച പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 26.34% നിന്നും മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 23.98% എത്തിച്ചിട്ടുണ്ട്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ HNIയും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.56% നിന്നും 0.54% കുറച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 19.44% നിന്നും 19.40% അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ടുകൾ ഈ സ്റ്റോക്കുകളിൽ നിന്നെല്ലാം എക്സിറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഫണ്ടുകളുടെ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ റീ അലോക്കേഷൻ തന്നെയാണ്. അതായത് നമ്മളിവിടെ പരിചയപ്പെട്ട ഒട്ടുമിക്ക സ്റ്റോക്കുകളും 1 വർഷത്തിൽ ഏകദേശം 300 മുതൽ 400% വരെ റിട്ടേൺ ജനറേറ്റ് ചെയ്തു തന്ന സ്റ്റോക്കാണ്. ഇത്രയും ഉയർന്ന റിട്ടേൺ തന്ന സ്ഥിതിയിൽ ഈ സ്റ്റോക്കുകളിൽ ഫർദർ ഇത്രയും മികച്ച റാലി നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഈ സ്റ്റോക്കുകളിലെല്ലാം റീ അലോക്കേഷൻ നടത്തും. റീ അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ കമ്പനികളിൽ നിന്നെല്ലാം എക്സിറ്റ് ആകുന്നത്. അല്ലാതെ ഇവിടെ കമ്പനിയുടെ ബിസിനസ് മോഡലിനെ ബാധിക്കുന്ന നെഗറ്റീവ് ന്യൂസുകളിൽ ഒന്നും ഇല്ല എന്നതും ശ്രദ്ധേയകരമായ ഫാക്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്